ഉറുമ്പിന്റെയും പാറ്റയുടെയും കഥയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കുളിമുറിയിൽ കയറിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഒരു പാറ്റയെ വലിച്ചുകൊണ്ട് പോകുവാൻ ശ്രമിക്കുന്ന ഉറുമ്പുകൾ. പാറ്റയ്ക്കൊന്നും തിരിച്ചു ചെയ്യാൻ കഴിയുന്നില്ല. എന്താ കാരണം? പാറ്റ ചത്തതാണ്, ഉറുമ്പിന് ജീവനുണ്ട്. ചത്ത പാറ്റയെ മാത്രമല്ല, ചത്ത ആനയെയും ഉറുമ്പുകൾ അറ്റാക്ക് ചെയ്യും. ബാക്ടീരിയ സൂക്ഷ്മാണുക്കളാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ അത് കാണാൻ കഴിയൂ. ഈ ബാക്ടീരിയകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ഇനമുണ്ട്, സാപ്രോഫൈറ്റ്സ്. അത് ശവംതീനി ബാക്ടീരിയകളാണ്. ഈ ആനയെയും കടുവയെയും സിംഹത്തെയും ഒക്കെ അവസാനം ഭക്ഷിക്കുന്നത് ഈ ശവംതീനി ബാക്ടീരിയകളാണ്. സത്യം പറഞ്ഞാൽ നമ്മളെയും അവസാനം അത് ഭക്ഷിക്കും, നമ്മുടെ ശരീരത്തെ. എപ്പോഴാണ് ഭക്ഷിക്കുന്നത്? ശവമായി കഴിയുമ്പോൾ, ജീവൻ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ. കാട്ടിലെ രാജാവായ സിംഹത്തെ ഉറുമ്പും ഈ ശവംതീനി ബാക്ടീരിയയും ഒക്കെ തിന്നാൻ തുടങ്ങും. അതിന് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം? ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം. ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപേ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനുമാണ്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും യേശു വന്നു. നമുക്ക് ജീവൻ ഉണ്ടാകണം. നമ്മൾ അലസരായി, മടിയരായി, ലക്ഷ്യബോധമില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ആരെങ്കിലും വലിച്ചു കൊണ്ടുപോകുന്നിടത്തേക്ക് പോകാനുള്ളവരല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജീവിക്കുകയാണോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വലിച്ചുകൊണ്ടു പോവുകയാണോ? നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടോ? ആ ലക്ഷ്യം നഷ്ടപ്പെട്ടാൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശവമാകുന്ന അവസ്ഥ, ജീവനില്ലാത്ത അവസ്ഥ. അപ്പോഴാണ് ഈ പാറ്റയെ ഉറുമ്പുകൾ വലിച്ചുകൊണ്ടു പോകുന്നത്. അത് ചിലപ്പോൾ മൊബൈൽ ഫോണാകാം, എന്തെങ്കിലും ഹാബിറ്റ്സ് ആകാം, ബന്ധങ്ങളാകാം, പ്രയോജനമില്ലാത്ത പലതുമാകാം. അപ്പോൾ നമ്മളുടെ ജീവിതം പ്രയോജനമുള്ളതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗുണങ്ങൾ, അതെല്ലാം പ്രയോജനമുള്ളതിന് വേണ്ടി, ശരിയായ ലക്ഷ്യത്തിലേക്ക് ഉള്ളതായിരിക്കണം എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അതങ്ങനെ തന്നെ ആകട്ടെ, അത് നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ സ്വാർത്ഥമായ ഒരു ജീവിതമായിരിക്കരുത് നമ്മുടേത്, നമുക്ക് വേണ്ടി മാത്രം കുട്ടിവെക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ, ധനവാൻ അവൻ പണം കൂട്ടിവെക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. പണം കൂട്ടിവെക്കുന്ന, അത് പണമായിട്ടോ അത് കെട്ടിടമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ പ്രയോജനമില്ലാത്ത തരത്തിൽ കൂട്ടിവെക്കുകയാണ്. അതൊരു അസുഖമാണ്. തനിക്കതൊരു രസമാണ്, എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരു അസുഖമാണ്. ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യം, സമ്പത്ത് എല്ലാം പ്രയോജനപ്പെടുത്തുക. കർത്താവ് അത് പ്രയോജനപ്പെടുത്തി. ആർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി? യേശു തമ്പുരാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി യേശു കൽവറി ക്രൂശിൽ മരിച്ചു. അപ്പോൾ നമ്മളുടെ ജീവൻ, നമ്മൾ ജീവിക്കേണ്ടവരാണ്. മരിച്ചാൽ പാറ്റയെ ഉറുമ്പ് വലിച്ചുകൊണ്ടു പോകുന്നത് പോലെ എന്തൊക്കെയോ നമ്മളെ വലിച്ചുകൊണ്ടു പോകും. നമുക്ക് തടയാൻ കഴിയില്ല. കാരണം ശവമായി കഴിഞ്ഞാൽ പിന്നെ തടയാൻ കഴിയില്ല. അങ്ങനെ ഒരിക്കലും ആകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മരിക്കുകയല്ല, മറിച്ച് നമ്മൾ നമ്മളുടെ നിത്യമായ ഭവനത്തിലെത്തുകയാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ദൈവികമായ ലക്ഷ്യങ്ങളോടുകൂടെ ജീവിക്കാം. ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ, കഴിവുകൾ, സമയം എല്ലാം കൃത്യമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുമ്പോൾ
ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ശ്രദ്ധിച്ച ഒരു കാര്യം, ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2024 ലോക്സഭാ ഇലക്ഷനിൽ വിതിൻ ഫ്യൂ വീക്സ് ഒരു ചില ആഴ്ചകൾക്കുള്ളിൽ 200-ലധികം റാലികളിൽ പ്രസംഗിച്ചു. ബീഹാറിലെ മുംഗേർ ജില്ലയിലൂടെ വരുമ്പോൾ ഒരു ചെറിയ സ്ഥലമാണ്, അവിടെ ഒരു മൈതാനത്ത് അദ്ദേഹം പ്രസംഗിച്ചു. തലേ ദിവസം പ്രസംഗിച്ചിട്ട് പോയി. അതിനുശേഷം ശ്രീനഗറിൽ, അഹമ്മദാബാദിൽ, രാജസ്ഥാനിൽ, തിരുവനന്തപുരത്ത്, അരുണാചലിൽ, ഇങ്ങനെ 200 പ്രസംഗങ്ങൾ. 73 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നമ്മുടെ പ്രായമോ, നമ്മുടെ പണമോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ പശ്ചാത്തലങ്ങളോ ഒന്നും നമ്മളെ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിൻ്റെ 1000 മടങ്ങ് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അത് നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ പാറ്റയെ വലിച്ചുകൊണ്ട് പോകുന്ന ഉറുമ്പുകളെ പോലെ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. ജീവനുണ്ട്, എന്നാൽ ശക്തിയില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ജീവനില്ലാത്ത ജീവൻ അങ്ങനെയാകാൻ പാടില്ല. നമുക്ക് വ്യക്തമായ ദൈവിക ലക്ഷ്യങ്ങളോടെ മുന്നേറാം. അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം. ഈ ജീവിതം നന്നായി ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ്. ഗാഡ് ബ്ലസ് യു.